എന്റെ പൊന്നു ദേവേട്ട ഒന്ന് പോകുന്നുണ്ടോ? വിടന്നെ. വൈദേഹി, ഈ പായസത്തില് കുറച്ചുകൂടെ മധുരം ചേർക്കണം. ഇത് ഉപ്പായി അല്ലേ? അത് പഞ്ചസാര എവിടെ? ഇന്നാ പഞ്ചസാര കുറച്ചുകൂടെ വേണമെങ്കിൽ ചേർത്തോ, അല്ലെങ്കിൽ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ അല്ലേ? അയ്യോ, ഇതാരാ? ഏട്ടത്തിയോ? ഞാൻ ഈ വൈദേഹിനെ പായസം ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് പഠിപ്പിക്കായിരുന്നു. ഞാൻ പറഞ്ഞ പോലെയൊക്കെ ചെയ്തോ? എന്താ ചെയ്യാ ഏടത്തി, ഈ വൈദേഹി പായസം ഉണ്ടാക്കിയ എപ്പോഴും മധുരം കൂടുതലാന്നേ. പായസമാണോ? ഞാൻ വിചാരിച്ചത് സാമ്പാർ ഉണ്ടാക്കുവന്ന. വൈദേഹി, ഞാൻ പറഞ്ഞതുപോലെ ഈ പഞ്ചസാരയൊക്കെ വളരെ കുറച്ചിട്ടുണ്ടാക്കിയാൽ മതിയേ. മധുരം കൂടരുതേ. ഞാൻ പോരെ. തെറ്റൊന്നുമില്ല വൈദേഹി. തടസ്സങ്ങളെല്ലാം നീങ്ങി കിട്ടിയല്ലോ. അപ്പൊ ഇത്തരം കളികളൊക്കെ ഒരു സുഖവാ. ഭാര്യയും ഭർത്താവും ആണല്ലോ. അതും കാലം കുറെ ആയില്ലേ ഇങ്ങനെയൊക്കെ തോന്നിയെന്നിരിക്കും. ഭാര്യയും ഭർത്താവും അല്ലേ? പിന്നെന്തിനാ ചേച്ചി ഇതൊക്കെ നോക്കുന്നേ? എത്രയോ കാലങ്ങൾക്ക് ശേഷം എന്റെ ഭർത്താവിനെ എനിക്ക് കിട്ടിയത്. രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും ഒന്നാണെന്ന് പറയും പോലെ എല്ലാം നീ വിചാരിച്ച പോലെ തന്നെ നടന്നില്ലേ? ഇനി എല്ലാം നീ പറയുന്ന പോലെ തന്നെ ആവും. അമ്മയും വന്നതോടെ അനാഥ എന്ന മുദ്രയും മാഞ്ഞുപോയി. അമ്മയ്ക്കിപ്പൊ നിന്റെ കാര്യത്തിൽ 100 നാവ. എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ കണ്ടതിൽ ഇത്രയും ഭാഗ്യമുള്ളൊരു പെണ്ണ് ലോകത്ത് വേറെ ഉണ്ടാവില്ല. എന്നാലും എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. സത്യത്തിൽ നീ വൈദേഹി തന്നെയാണോ? അല്ല, നിന്റെ പഴയ മുഖമല്ലല്ലോ. എത്ര സാക്ഷികളും തെളിവുകളും നിരത്തിയാലും വൈദേഹി അല്ലായിരിക്കുമോന്ന് ചെറിയൊരു സംശയം. അതെപ്പോഴും എവിടെങ്കിലൊക്കെ ഉണ്ടാവുമല്ലോ. അവിടെയും നിന്നെ ഭാഗ്യം നല്ലോണം തുണച്ചിട്ടുണ്ട്. നീ വൈദേഹി ആയിരിക്കില്ല എന്ന സംശയം ദേവൻ ഇതുവരെ തോന്നിയിട്ടില്ല. തോന്നിയാലാണ് പ്രശ്നം. ഈ തൊടലും പിടിക്കലും ചിണുങ്ങലും എല്ലാം അതോടെ അവസാനിക്കും. ഊർമിളേച്ചിയുടെ പ്രശ്നം എന്താ? ഞാൻ വൈദേഹിയാണെന്ന് എല്ലാവരും സമ്മതിച്ചത് കൊണ്ടാണോ? അതോ ഞാൻ സന്തോഷിക്കുന്നത് ഇഷ്ടാവുന്നില്ലേ? എന്റെ മുഖം മാത്രമേ മാറിയിട്ടുള്ളൂ. ബാക്കിയെല്ലാം വൈദേഹി തന്നെയാണല്ലോ. എന്തൊക്കെ മാറ്റങ്ങളുണ്ടായാലും ഞാൻ എന്നും ദേവേട്ടന്റെ ഭാര്യ തന്നെ. ഈ കൊട്ടാരം വീട്ടിലെ മരുമകള് തന്നെയാ. പക്ഷെ ഊർമിളേച്ചിക്ക് രൂപമാറ്റം ഒന്നും ഉണ്ടായില്ലെങ്കിലും മനസ്സെത്ര മാറിപ്പോയി. മൂത്ത മരുമകളുടെ എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? അജയേട്ടന് ഭാര്യയുടെ സ്ഥാനത്ത് ഒരു ദിവസമെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? പുറംമൂടി ഉണ്ടായിട്ടൊന്നും ഒരു പ്രയോജനമില്ല ഊർമിളേച്ചി. മനസ്സും വിശ്വാസവുമാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് ചേച്ചീനെ മറ്റുള്ളവരുടെ കാര്യത്തിൽ എപ്പോഴും ഇങ്ങനെ ഇടപെടാതെ സ്വന്തം കാര്യം നോക്കാൻ ശ്രമിക്കുക. അപ്പൊ തന്നെത്താനെ ചേച്ചിക്ക് ചേച്ചിയുടെ സ്ഥാനവും കിട്ടും. അജയേട്ടൻ പാവോ, ചേട്ടനെ ഒരല്പമെങ്കിലും സ്നേഹിക്കാൻ ശ്രമിക്കുക. എന്നെ ഉപദേശിക്കുന്നു. ഞാൻ പണി തരാം.
ഇപ്പൊ കൊണ്ട് കൊടുക്ക് പായസം. എല്ലാരും കൂടി നിനക്കൊരു ഉമ്മ തരും. രാഘവ, വേണ്ട. ചേച്ചി, ആ മാല എവിടുന്ന് എടുക്ക്. ആ മാല എടുത്തു മാറ്റാൻ. അത് മാറ്റാൻ പറഞ്ഞ നീ കേട്ടില്ല രാഘവ? ചേച്ചി, മൺമറഞ്ഞവർക്ക് മാലയിട്ടില്ലെങ്കിൽ ആത്മാവിന് ശാന്തി കിട്ടില്ല. ഇപ്പൊ ഇവന്റെ ആത്മാവിന് ശാന്തി കിട്ടുന്നുണ്ടെന്നാണോ? മാലയിടലും കർമ്മം ചെയ്യലും ഒക്കെ എന്റെ മോനെ കൊന്നവരെ കൊന്നതിന് ശേഷം മാത്രം മതി. ഇവൻ രാജവംശത്തിന്റെ ചോരയാ. രാജാവ് സ്വയം ഇഹലോകവാസം വെടിഞ്ഞാലേ അന്ത്യകർമ്മങ്ങൾ നടത്തൂ. മറ്റൊരാളുടെ കൈകൊണ്ട് മരണം വരിച്ചാൽ അവരെ കൊന്നിട്ട് അവരോടൊപ്പം വേണം കർമ്മം ചെയ്യാൻ. അതാണ് ആചാരം. എന്നാലേ ഇവന്റെ ആത്മാവിന് ശാന്തി കിട്ടും. പറഞ്ഞത് കേട്ടല്ലോ? ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് അറിഞ്ഞിട്ടും എന്റെ മോൻ സ്നേഹിച്ചല്ലോന്നോർത്താ കല്യാണം കഴിപ്പിച്ചത്. ഒടുവിൽ എന്റെ മോന്റെ ജീവൻ അവളെടുത്തത്. അവളെ ഞാൻ അങ്ങനെ വിടില്ല രാഘവ. ഇന്നല്ലെങ്കിൽ നാളെ എന്റെ കൈകൊണ്ട് അവള് മരിക്കണം. നമസ്കാരം മേഡം. വരണം പോലീസുകാരെ. നിങ്ങൾ അവളെ കണ്ടുപിടിച്ചോ? ഇല്ല മേഡം, അന്വേഷിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. അതങ്ങനെ വരൂ. നിങ്ങൾ ഈ പോലീസ് കളസം ഇട്ടോണ്ട് വിസിലടിച്ചോണ്ട് നാട് നിരങ്ങിയാ ദേ വരുന്നുണ്ട് എന്ന് കള്ളനോട് വിളിച്ചു പറയുന്ന പോലെയല്ലേ? നിങ്ങൾ അന്വേഷിച്ചതൊക്കെ മതി. ഇനി ഞാൻ നോക്കിക്കോളാം. മേഡം, ഈ കംപ്ലൈന്റിൽ ഒരു ഒപ്പിട്ട് തരണം. എന്നാലല്ലേ പരാതി എടുത്ത് ഞങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റൂ. പരാതിയില്ലാതെ ഒരു പരിധിയൊക്കെ ഇല്ലേ മേഡം? താൻ ഇനി ഒന്നും ചെയ്യണ്ട. പരാതിയുടെ ഒന്നും ഒരു കാര്യവും ഇല്ല. അവൾ ഈ ലോകത്ത് എവിടെ പോയാലും എത്ര ദൂരെ പോയി ഒളിച്ചാലും ഒടുവിൽ എന്റെ കാൽച്ചോട്ടിൽ എത്തിയേ മതിയാവൂ. അവളുടെ ആയുസ് അറ്റുപോകേണ്ടത് എന്റെ കൈകൊണ്ടാ.
അതിന് എത്ര കാലമായാലും അവള് വരുന്നത് വരെ ഞാൻ കാത്തിരിക്കും. എല്ലാം ഞാൻ നോക്കിക്കോളാം. പോയി പണി നോക്കൂ പോലീസുകാരെ. ഡാ രാഘവ, ചേച്ചി, അവൾ എവിടെ പോയി ഒളിച്ചാലും നേരം വെളുക്കുമ്പോ എന്റെ കാൽ ചുവട്ടിലുണ്ടാവണം. പോയി പിടിച്ചോണ്ട് വാ. ആയിക്കോട്ടെ ചേച്ചി. വൈകിട്ട് ഞാൻ ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങാൻ നോക്കാം. എന്നിട്ട് നിന്റെ ഓഫീസിലേക്ക് വരാം. ആയിക്കോട്ടെ. എന്നിട്ട് നമുക്ക് അവിടെ നിന്ന് ഷോപ്പിങ്ങിന് പോവാം. ഓക്കെ. സൂക്ഷിച്ചു പോണേ. ചെന്നിട്ട് വിളിക്കണം. ആയിക്കോട്ടെ ഏട്ടാ. ബൈ ഏട്ടാ. ബൈ. ശ്രീകുമാറേ, ഭാര്യയെ ജോലിക്ക് പറഞ്ഞെന്ന് കേട്ടു. ആ അതേടാ രമേശേ, വീട്ടിൽ ഇരുന്ന് ബോറടിക്കുന്നു എന്ന് പറഞ്ഞപ്പോ പറഞ്ഞയച്ചതാ. നീ ഇങ്ങനെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ പുറത്തു വിടുന്നത് അത്ര നല്ലതല്ല. ആണുങ്ങളുമായിട്ടുള്ള അടുപ്പം കൂടെ ഇടയാവുവേ. ആ വിധത്തിന്റെ കഥയപ്പം എല്ലായിടത്തും. സൂക്ഷിച്ചാൽ നിനക്കൊള്ളാം. നീ ഇങ്ങനെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ പുറത്തു വിടുന്നത് അത്ര നല്ലതല്ല. ആണുങ്ങളുമായിട്ടുള്ള അടുപ്പം കൂടെ ഇടയാവുവേ. ആ വിധത്തിന്റെ കഥയപ്പം എല്ലായിടത്തും. സൂക്ഷിച്ചാൽ നിനക്കൊള്ളാം. ഡാ, എന്റെ ഭാര്യയെ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. വിശ്വാസം ഉള്ളതുകൊണ്ടാ ജോലിക്ക് അയച്ചതും. തോന്നിയ ദിവസം എന്റെ അടുത്ത് വേണ്ട, ഇടിച്ച് പല്ല് ഒഴുകി ഞാൻ. ഈ പറയുന്ന എപ്പോഴും കണ്ടാ മതി. എന്താ പൊന്നൂട്ടി അവിടെ തന്നെ നിന്ന് കളഞ്ഞ്? വാ, അകത്തേക്ക് കയറി വാ. എന്റെ പൊന്നൂട്ടി എന്താ അങ്ങനെ നോക്കുന്നത്? ഏതു നേരവും പുറത്ത് കറങ്ങി നടന്ന് ഏതെങ്കിലും പാതിരാത്രിക്ക് വീട്ടിൽ വരുന്ന നിന്റെ ഭർത്താവ് ഇന്ന് നീ ഓഫീസിൽ നിന്ന് വരുന്നതിന് മുമ്പേ വീട്ടിലേക്ക് വന്നത് എന്തിനാണെന്നാണ്? പ്രത്യേകിച്ച് ഒന്നുമില്ല മോളെ. പ്രേമിച്ച് കല്യാണം കഴിച്ചിട്ടും ഭാര്യ ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ലെന്ന നാട്ടുകാരുടെ എല്ലാം പരാതി. അതങ്ങ് തിരുത്തിയേക്കാന്ന് കരുതിയേ.
നല്ല ക്ഷീണമുണ്ടെന്ന് തോന്നുന്നല്ലോ. ഓഫീസിലെ ജോലി കൂടുതലായിരിക്കും അല്ലേ? ഓഫീസിലെ ജോലി മാത്രമേ ഉള്ളൂ അതോ പുറത്തെവിടെയെങ്കിലും ഓവർ ടൈം ജോലി ചെയ്യുന്നുണ്ടോ? എന്താ കാർത്തിക് നീ പറയുന്നേ? ശരിയാണല്ലോ. ഞാനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? തെറ്റല്ലേടാ കാർത്തിക്, തെറ്റല്ലേ? സ്നേഹിച്ച് കല്യാണം കഴിച്ച പെണ്ണിനോട് അവിശ്വാസത്തോടെ സംസാരിക്കാൻ പാടുണ്ടോ? തെറ്റല്ലടാ, തെറ്റല്ലേ, തെറ്റല്ലേ? സംശയിച്ച തെറ്റായി പോയി മോളെ. പക്ഷെ എന്ത് ചെയ്യാനാ, സാഹചര്യങ്ങൾ അങ്ങനെ ആയിപ്പോയില്ലേ. എന്റെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരൻ ഭാര്യയ്ക്ക് സർവ്വ സ്വാതന്ത്ര്യം കൊടുത്ത് ജോലിക്ക് പറഞ്ഞയച്ചതാ. പക്ഷെ അവള് അവിടെയുള്ള വേറൊരുത്തനുമായിട്ട് പ്രേമം തുടങ്ങി. എന്റെ കൂട്ടുകാരനെ ചതിച്ചു. നീ ഇതുപോലെ എന്നെ ചതിക്കാനായിട്ട് ഇതുപോലെ വല്ല പരിപാടി ഒപ്പിച്ചിട്ടുണ്ടോ മോളെ? കാർത്തിക്, വേണ്ട അസംബന്ധങ്ങൾ വിളിച്ചു പറയരുത്. ആരടി അസംബന്ധം പറയുന്നു? എന്താടി നീ വലിയ ശീലാവധി ചമയുന്നോടി. ജോലിക്കാന്നും പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് നീ ആരുടെയൊക്കെ മെക്കിട്ട് കയറുന്നുണ്ടെന്ന് ആർക്കറിയാടി? കാർത്തിക്, നിന്റെ സകല ടോർച്ചറും ഞാൻ സഹിക്കുന്നുണ്ട്. പക്ഷെ എന്നെ അവിശ്വസിക്കരുത് പ്ലീസ് കാർത്തിക്. പ്ലീസ് കാർത്തിക്. അവിശ്വസിക്കാൻ പാടില്ലേ? നിന്റെ ഓഫീസ് എത്ര മണിക്കാ തീരുന്നേ? 5 മണിക്ക്. ഇപ്പൊ സമയം എത്രയായി? 6. ഓഫീസിൽ നിന്ന് വീട്ടിലെത്താൻ 1/4 മണിക്കൂർ. അപ്പോ 5:15 നീ വീട്ടിലെത്തേണ്ടതല്ലേ? ബാക്കിയുള്ള 45 മിനിറ്റ് നീ എവിടെ ആയിരുന്നടി? ആരുടെ കൂടെ ആയിരുന്നു? ആരുടെ മെക്കിട്ട് കയറാൻ പോയതാടി? കാർത്തിക്, ആരോടാടി നീ കഥ പറയുന്നത്? ഇനി അമ്മ നോയിക്കോളും. ഇനി ഞാനൊന്നും വേണ്ടില്ല. അമ്മയുടെ മുമ്പിൽ വെച്ച് ഭാര്യ അടിക്കുന്നതും തെറ്റാ. എന്തു പറ്റി മോളെ? അമ്മേ, അത് കണ്ടോ അമ്മേ? കാർത്തിക് ഞാൻ ആരുടെ കൂടെ പോയി എന്നൊക്കെ പറഞ്ഞു തല്ലുന്നു. എന്റെ താല്പര്യം തിരക്കാതെ എന്റെ മോനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതല്ലേ? അവൻ പുന്നാരിച്ചപ്പോ നീ എന്നോട് പറഞ്ഞോ? പിന്നെന്തിനാ അവൻ തല്ലുന്ന കാര്യം മാത്രം എന്നോട് പറയുന്നേ? എന്താടാ കാർത്തികേ, ഞാൻ ഒറ്റയ്ക്ക് വേണോ ഇവളെ തല്ലാൻ? ഞാനും വരുവാ അമ്മേ. അമ്മ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞില്ലേ? എന്താടെ ഒന്ന് പരിങ്ങുന്നത്? ഏയ് നിക്കടി അവിടെ.